കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്യാൻവയുടെ ഇന്റർഫേസ് ഒക്കെ പരിചയപ്പെട്ടു അല്ലെ. കുറച്ച് ഫീച്ചേഴ്സും നമ്മൾ നോക്കി. ഇനി അതിന്റെ ബാക്കി ഫീച്ചേഴ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഹോം പേജിലെ യുവർ ഡിസൈൻസും ടെംപ്ലേറ്റ്സും ക്യാൻവയും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയതാണ്. ഇനി നേരെ നമ്മൾ പ്രോജക്ട്സിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി ചെയ്ത പ്രോജക്ട്സ് ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇനി നമുക്ക് ന്യൂ പ്രോജക്റ്റ് ആഡ് ചെയ്യണമെങ്കിലും ഇവിടെ മുകളിൽ ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ന്യൂ പ്രോജക്റ്റ് ആഡ് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് നേരത്തെ ക്ലാസ്സിൽ തന്നെ കണ്ട ടെംപ്ലേറ്റ്സിന്റെ ഫീൽഡ് തന്നെയാണ് ഈ ടെംപ്ലേറ്റ്സിലുള്ളത്. ഈ താഴോട്ട് വരുമ്പോഴത്തേക്ക് അതിലേറെ ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഇതിലുള്ള ടെംപ്ലേറ്റ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രോ വേർഷനിൽ ഇതിന്റെ ഡബിൾ ഉണ്ടാവും. ഡബിൾ അല്ല, ഇപ്പൊ കൂടുതൽ ആഡ് ചെയ്ത് വരുന്നുണ്ട്. എങ്കിലും നമുക്ക് ഈ ഫീച്ചേഴ്സ് തന്നെ യൂസ് ചെയ്തിട്ട് മാക്സിമം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ബ്രാൻഡ് എന്ന് പറയുന്ന ഓപ്ഷനും കൂടുതലും നമുക്ക് പ്രോ ഫീച്ചറാണ്. ഈ ബ്രാൻഡ് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ബ്രാൻഡ് കിറ്റായിട്ടും ലോഗോസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്രാൻഡിന്റെ കിറ്റായിട്ട് നമുക്ക് നെയിം ചെയ്ത് കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതൊന്നും നമുക്കിപ്പോ കാര്യമായിട്ട് യൂസ് ചെയ്യണമെന്നില്ല. ഇനി പറയുന്നത് ക്യാൻവ AI ആണ്. അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു. ഇവിടെ നമ്മൾ റോസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിക്ചേഴ്സ് ആണ് ടൈപ്പ് ചെയ്ത് കൊടുത്തത്. അല്ലാതെ നമുക്ക് പ്രോംപ്റ്റ് വെച്ചിട്ട് ഒരു മോഡൽ പോസ്റ്ററോ കാര്യങ്ങളോ അല്ലെങ്കിൽ റെസ്യൂമയുടെ ഒരു മോഡലോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് AI വെച്ചിട്ട് ക്യാൻവയുടെ AI ഫീച്ചർ വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണ്ട സൈസുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ യൂട്യൂബ് ബാനറോ യൂട്യൂബ് തംബ്നെയില്, മൊബൈൽ വീഡിയോ, പ്രസന്റേഷൻ, ഇതുപോലെ പല ഫീച്ചേഴ്സ് ഇവിടെ കാണിക്കുന്നുണ്ടാവും. നമുക്കൊരു യൂട്യൂബ് തംബ്നെയിലാണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ഈ ഫീച്ചർ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ആ സൈസിലുള്ള ഒരു ബ്ലാങ്ക് പേജ് വരുന്നതാണ്. ഡിസൈൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ജസ്റ്റ് ഈ ഫീച്ചേഴ്സ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്തത്. അതുപോലെ തന്നെ ഇത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാം. പലതരം ടെംപ്ലേറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഇവിടെ ഓരോന്ന് കൊടുത്ത് സെർച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രോംപ്റ്റ് കൊടുത്ത് ഇവിടെ സെർച്ച് ചെയ്യാൻ പറ്റും. ഇപ്പം ഇതിൽ കാണിക്കുന്നുണ്ട് അല്ലെ, മണാലി. ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. എന്നിട്ട് ഇതിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നതാണ് കുറെ എലമെന്റ്സ് ഉണ്ട് ഇതില്. ഈ താഴോട്ട് കാണുന്ന കുറെ എലമെന്റ്സ്, ഫ്രെയിംസ്, ഗ്രിഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ടെക്സ്റ്റ് ടൂളാണ് ഈ ഇവിടെ കാണുന്ന ഈ ഓപ്ഷൻസ് ഒക്കെ. അതുപോലെ ബ്രാൻഡ് കിറ്റ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് പുറത്തുനിന്ന് നമ്മുടെ ലോഗോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത് കാണുന്ന പ്ലേസ് എന്ന് പറയുന്നത് ഈ അപ്ലോഡ്സിലാണ്. നമ്മുടെ ഇമേജസ് ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഫോൾഡർ ആയിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ കുറെ ടൂൾസ് കാര്യങ്ങളൊക്കെയാണ്, പെയിന്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ നമുക്ക് പിന്നീട് നോക്കാവുന്നതാണ് കേട്ടോ. ഇത്രയാണ് ഇന്നത്തെ സെക്ഷനിലുള്ളത്. അടുത്ത ഫീച്ചേഴ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.